പണ്ടൊക്കെ സ്കൂൾ കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ പോകാനായിരുന്നു കേട്ടോ. ഞാൻ പ്രണവം കൂടി പോകുന്നത് എൻ്റെ സ്വർഗത്തിലേക്കാട്ടോ, അതായത് എൻ്റെ തറവാട്ടിലേക്ക്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ തറവാടിൽ പോകാൻ ഇത്രയും ഇഷ്ടം എന്ന് വെച്ചാൽ അവിടെ ആട്ടോ എല്ലാവരും ഉള്ളത്. അച്ഛമ്മയും വെളിച്ചന്മാരും കൊച്ചന്മാരും പേമ്മമാരും ആൻറ്റിമാരും പിള്ളേരും പിള്ളേരുടെ പിള്ളേരും എല്ലാവരും ഉള്ളൊരു വലിയൊരു ഫാമിലി ആട്ടോ അവിടം. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരിക്കാൻ പോകുന്നതിൻ്റെ 4 സെക്കൻഡ് മുന്നേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകൾ മിന്നിമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിലൊന്നെൻ്റെ തറവാടായിരിക്കും കേട്ടോ. കാരണം എനിക്ക് അത്രമേൽ ഓർമ്മകൾ തന്നിട്ടുള്ളൊരു സ്ഥലമാട്ടോ എൻ്റെ തറവാട്. വണ്ടി ഓടിച്ച് ഏറെക്കുറെ ടയേർഡായതുകൊണ്ട് ഒരു കരിമ്പിൻ ജ്യൂസും കുടിച്ചാട്ടോ പിന്നീടുള്ള യാത്ര തുടങ്ങുന്നത്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളവിടെ എത്തിയിട്ടോ. അവരെല്ലാവരും കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. ഇതാട്ടോ എൻ്റെ അച്ഛമ്മ എന്നോട് പറയുന്ന ഡയലോഗ് എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ, നിങ്ങളൊന്ന് കേട്ട് നോക്കേ. ഏറെ നേരം എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി കേട്ടോ. ഇതിലെല്ലാവരും ഒന്നും ഇല്ല കേട്ടോ, കുറേ പേര് മിസ്സിംഗ് ആണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തവും ജോബെല്ലാമായിട്ട് എല്ലാവരും തിരക്കാണ്. ഒരു ദിവസം എല്ലാവരുടെയും കൂടി ഉള്ളൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. നമ്മളിപ്പോൾ വന്നതിന് ഒരു മെയിൻ ഉദ്ദേശം കൂടി ഇട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിമാർ രണ്ടും തിരിച്ചു പോകട്ടോ ഗൾഫിലേക്ക്. അപ്പോൾ അവരെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലാക്കാൻ വേണ്ടിയിട്ടോ ഞാൻ വന്നത്. എപ്പോഴും മെസ്സേജ് അയക്കില്ല, കോൾ ചെയ്യില്ല, പക്ഷെ എന്നാലും ഞങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു ബോണ്ട് ഉണ്ട് കേട്ടോ. എത്ര കൊല്ലം കഴിഞ്ഞാലും ആ ഒരു ബോണ്ട് അങ്ങനെ തന്നെ കേട്ടോ. അതായിരിക്കാം കസിൻസിന് ഇത്രയും വാല്യൂ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയുള്ള മെയിൻ റീസൺ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് എയർപോർട്ടിലേക്കായിരുന്നു കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ നിർത്തിയായിരുന്നത്. ഞാനും അപ്പനും ആമയും പൊന്നും പ്രണവും ഉണ്ടായിരുന്നു കേട്ടോ. ദേ ഈ കാണുന്ന കേട്ടോ എൻ്റെ അപ്പൻ സാജപ്പൻ എന്നാട്ടോ എല്ലാവരും വിളിക്കുന്നത്. സാജൻ ശിവദാസൻ എന്നാണ് മുഴുവൻ പേര്. പിന്നെ ഞങ്ങൾ അവരെയും എയർപോർട്ടിലാക്കി അവരോടും യാത്ര പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ഗൈസ്. രണ്ട് വർത്താനം പറഞ്ഞേ, എന്നെ കുറിച്ച് രണ്ട് വർത്താനം പറയും. ഈ സാധനം ഞാൻ ഇതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യും കേട്ടോ.